ജനത്തിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പുതിയ സ്റ്റുഡിയോ ആരംഭിച്ചു, നല്ല സംവിധാനങ്ങളാണ് എന്നൊക്കെ കേട്ട സമയത്ത് അത് കാണാനുള്ളൊരു ആകാംക്ഷ മനസ്സിലുണ്ടായിരുന്നു നല്ലതുപോലെ. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ അനുജിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ച് സൗകര്യപൂർവ്വം ഒന്ന് വന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു നിയോഗം എൻ്റെ നേരെ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ പേരിൻ്റെ കൂടെ ഒരു വാലും കൂടെ ചേർത്തുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ MP എന്ന നിലയ്ക്ക് വരാനും അങ്ങനെ നിങ്ങളെ എല്ലാവരെയും നിങ്ങളോട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനവുമുണ്ട്. ഞാൻ വരുന്ന സമയത്ത് അനിൽജിയോട് കഥകളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് ഈ MP എന്നുള്ള അതിൻ്റെ കൈവന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. ഒരുപക്ഷെ ഇതിൽ നിൽക്കുന്നവരാരൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ, സംഘപ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണ്, അങ്ങനെ അല്ലാത്തവരാരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ പലരും അങ്ങനെയുള്ളവരുണ്ടാകും എന്ന് സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയതാവില്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും ഞങ്ങളെ മുന്നോട്ട് നയിക്കാറില്ല. സംഘടന എന്നതിന് വിധേയമായിക്കൊണ്ട് പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് പ്രാഥമികമായി മനസ്സിൽ ഉറപ്പിച്ച് ചുവടുവയ്ക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിനിടയിൽ എന്ത് കാര്യം ചെയ്യണം, എന്ത് ചുമതല നിർവഹിക്കണം എന്ന് സംഘടനയാണ് ഞങ്ങളോട് നിർദ്ദേശിക്കുക, അതനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ കുറേ കാലം ഞാൻ 1984 മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകനായിട്ട് അങ്ങനെ വന്ന് പിന്നെ പല ചുമതലകൾ, മണ്ഡലം, താലൂക്ക്, ജില്ല, വിഭാഗ് എന്ന നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് അധ്യാപക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് 2-3 വർഷം പ്രവർത്തിച്ചിരുന്നു. റിട്ടയർമെന്റിന് ശേഷമാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടിയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കണം എന്നൊരു നിയോഗം 2020 വന്നത്, ഏറ്റെടുത്തു. ആ നിലയ്ക്ക് അങ്ങനെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇനിയും എന്താണോ സംഘടന ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക, അത് മാത്രമേ നമ്മുടെ മനസ്സിലൊരു മുൻധാരണയായിട്ടുണ്ടാവുള്ളൂ. എപ്പോഴെപ്പോൾ സമയാസമയങ്ങളിൽ നിശ്ചയിക്കുന്ന ചുമതലയിൽ ആ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. അതിനിടയിൽ ഈ പറയുന്ന തരത്തിലുള്ള ഔദ്യോഗികമായ അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട തലങ്ങളിലേക്ക് എന്നൊന്നും നമ്മുടെ ചിന്തയിൽ വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതൊട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും സങ്കല്പിക്കാതെ വന്നു ചേർന്നൊരു നിയോഗമാണ്. ഞാൻ അതൊന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ ജനത്തിനോട് തന്നെ അക്കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മോദിജി നേരിട്ട് തന്നെ വിളിച്ചിട്ടാണ് ഈ കാര്യം സംസാരിച്ചത്. മോദിജി വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, ഒരു ചുമതല ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് ആ സമയത്ത് നമുക്ക് ധൈര്യം കിട്ടില്ല. മോദിജിയാണല്ലോ സംസാരിക്കുന്നത്. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഔദ്യോഗികമായി അറിയിക്കും, അപ്പോൾ മാഷക്ക് അറിയാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചു. പിന്നെ 2 ദിവസം കൊണ്ട് ഇന്നതാണ് ചുമതല എന്ന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ നിലയ്ക്ക് ചുമതല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പലപ്പോഴും പലരും ആലങ്കാരികമായി എന്നല്ല, അങ്ങനെയാണ് പറയുക, മാഷിൻ്റെ സ്ഥാനലബ്ധി അല്ലെങ്കിൽ മാഷിൻ്റെ പുതിയ പദവി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാനത് ഒരു ചുമതല എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത്. ചുമതല എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് വികസിത ഭാരതം എന്നുള്ളത്. അത് സാധ്യമാക്കാൻ വികസിത കേരളം, ജില്ലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വികസിത തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, കോർപ്പറേഷൻ ആണെങ്കിൽ ആ നിലയ്ക്ക്, അങ്ങനെ ഓരോ ഗ്രാമവും വികസിതമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ മുഴുവൻ ഭാരതത്തിൻ്റെയും വികാസം എന്നുള്ളതാണ്. അപ്പം നമ്മൾ സംഘടനാ രംഗത്ത് ചുവടുറപ്പിച്ച് തുടങ്ങിയ നാൾ മുതൽ ചുണ്ടിൽ മന്ത്രമായി തത്തിക്കളിച്ചൊരു വരിയുണ്ട്, പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം, ഓവറോൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് മോദിജിയുടെ വികസിത ഭാരതം എന്ന സങ്കല്പം. അപ്പം ആ സങ്കല്പത്തിലേക്ക് നാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ദൗത്യമാണ് അർപ്പിതമായത് എന്ന നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനി ജനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പലപ്പോഴും എന്നെ സംബന്ധിച്ച് വ്യക്തിത്വ വികാസത്തിന് കാരണമായ ഒന്നാണ് ജനം എന്നുകൂടി എനിക്ക് പറയാൻ സാധിക്കും.
വളരെ നേരത്തെ തന്നെ ജനവുമായി ബന്ധപ്പെടാറുണ്ട്. ജനം ടി വി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊമോഷൻ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി കുറേ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. തൃശ്ശൂരിലാണ് ജനത്തിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനം ആരംഭിച്ചത് എന്നതുകൊണ്ട് വിശ്വരൂപേട്ടനെയൊക്കെ നമുക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ പാലക്കാട് അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ സംഘടനാ രീതിയിലുള്ള യോഗങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചാനൽ വേണം എന്ന നിലയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ അഭിമാനമുണ്ട്. എൻ്റെ കൂടി വാക്കുകൾ ജനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ ഇടങ്ങളിലും മുഴങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ. പിന്നീട് ഈ നിലയ്ക്ക് സംഘടനാ ചുമതലയിൽ വന്നപ്പോൾ പലപ്പോഴായിട്ട് ചാനൽ ചർച്ചകളിൽ മറ്റ് ചാനലുകളിൽ പോകാൻ ഞാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ജനത്തിൽ നിന്ന് വിളിക്കുമ്പോൾ മടി കൂടാതെ, വിഷമം കൂടാതെ, സന്തോഷത്തോടെ, ജനമാണല്ലോ, സ്വന്തമാണല്ലോ എന്ന നിലയ്ക്ക് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അത് ജനത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുകയായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി ജനം ഒരു അവസരം തന്നു എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ, ആവിഷ്കരിക്കാൻ പറ്റുന്ന നല്ല ഒരു വേദി എന്ന നിലയ്ക്ക് കാണുകയും അത് വ്യക്തിത്വ വികാസത്തിന്റെ ഒരു ഉപാധിയായി തന്നെ ഞാൻ അതിനെ പരിഗണിക്കുകയും ബഹുമാനപൂർവ്വം അതിനെ അങ്ങനെ കാണുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊക്കെ ജനം ചാനലിന്റെ നാഡീമിടിപ്പുകളാണ്, ഹൃദയത്തുടിപ്പുകളാണ്. ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഈ ചാനൽ കേരളത്തിലെ നമ്പർ 1 ചാനലായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജനത്തിന്റെ വികാസത്തിന് എന്താണോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ടാവും. അതിനുതകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിറഞ്ഞ മനസ്സോടെ, നിങ്ങളൊന്നും ആരും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാനത് ചെയ്യാനായിട്ട് പരിശ്രമിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട്, നിങ്ങളിവിടെ നൽകിയ ഈ സ്നേഹ വിരുന്ന് എന്ന് തന്നെ ഞാൻ പറയും പ്രദീപ്ജി. എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ കുറച്ചധിക നേരം ഇവിടെ ചെലവഴിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിനി സമയം പോലെ ഒരിക്കൽ കൂടിയല്ല, ഇനി പലപ്പോഴായിട്ട് ഞാൻ വരും. കുറച്ചധിക നേരം ഇതെല്ലാം ഒന്ന് കണ്ട്, ഞാൻ പറഞ്ഞു ഞാനിങ്ങ് ഇറങ്ങുമ്പോൾ ആലിയസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നത് പോലെ സദാനന്ദൻ മാഷ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന തരത്തിൽ ആ സ്റ്റുഡിയോയുടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ, നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷവും അഭിമാനവും അങ്ങേയറ്റത്തെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കൂടുതൽ വാക്കുകൾ പറയുന്നില്ല. നിങ്ങളും തിരക്കിലാണ്, ഞാനും ഒരല്പം. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ വിചാര കേന്ദ്രത്തിൽ പോകണം. അവിടെ വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ ഒരു മണിക്കൂർ നേരം ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ജന്മഭൂമി. ഞാൻ ആദ്യം പരിഗണന കൊടുത്തത് ഇതാണ്, ജനത്തിലും ജന്മഭൂമിയിലും. മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് ജനവും ജന്മഭൂമിയും കഴിഞ്ഞു മാത്രമേ മറ്റെന്തുമുള്ളൂ. ആ നിലയ്ക്കാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും വിജയങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ ക്ഷേമൈശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ജനം ചാനലിന് പൊതുവിൽ എല്ലാ വികാസങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്നേഹ വിരുന്ന് നൽകിയതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അതിന് ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.